ഇനി കരയരുത്, ഇവിടെ നിർത്തിക്കൊള്ളണം. അതും ഒരു കാര്യത്തിന് പല പ്രാവശ്യം കരയാൻ നിൽക്കരുത്. ഒരു പ്രാവശ്യം കരഞ്ഞു, നടന്നില്ല, വീണ്ടും 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 കരഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞതുകൊണ്ട് ആ കാര്യം നടക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്ത് കാര്യത്തിനാണ് അത് തന്നെ തുടരുന്നത്? നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കരയാനും വാശി പിടിക്കാനും നിൽക്കരുത്. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നെവർ മൈൻഡ്. നമ്മുടെ മുന്നിൽ കുറേ വഴികൾ പടച്ചോൻ കാണിച്ചു തരും. നമ്മൾ അത് കാണാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. ഏതെങ്കിലും ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുക, അതിൽ പിടിച്ച് കയറുക. നമ്മുടെ വിജയം നമ്മൾ തീരുമാനിക്കുക. എന്തായാലും മുന്നോട്ട് തന്നെ എത്തും എന്ന് ചിന്തിച്ചിട്ട് വേണം കയറാൻ. അവരുടെ ഇമോഷൻസും സങ്കടങ്ങളും എല്ലാത്തിലും അവരെക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇമോഷൻ ആവുന്നതും സങ്കടപ്പെടുന്നതും തളരുന്നതും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവരും അതേപോലെ തിരിച്ചു ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് പറയുന്നത്. ഓക്കെ. ജീവിതത്തിൽ വിജയിക്കണോ? അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരണം. എനിക്കത് പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത്ര വലിയ കാര്യമൊന്നും എനിക്ക് കഴിയില്ല. ആ ഡൗട്ട് ആദ്യം അത് നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസ്ഥകൾ കടന്നു പോയിട്ടുണ്ടാവും. സങ്കടമായാലും സന്തോഷമായാലും ഓരോ അവസ്ഥകൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എത്ര അവസ്ഥകളാണ്. നമുക്കിത് താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നമ്മൾ സഹിച്ച്, എന്നിട്ടും നമ്മൾ ഇതുവരെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും, നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അവർ എന്തെങ്കിലും പറയുമോ, മറ്റുള്ളവർ എന്താ പറയുക, ആദ്യം ആ ചിന്തയാണ് മാറ്റേണ്ടത്. ആ ഒരു വാക്കിലാണ് പലരും ഒന്നും ആകാതെ പോയിട്ടുള്ളത്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ടെൻഷൻ വിചാരിച്ചിട്ട് ചെയ്യരുത്, പേടിച്ച് ചെയ്യരുത്. എല്ലാവരും ഒറ്റപ്പെടുത്തുമോ അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. ഒറ്റപ്പെടുത്തട്ടെ, ഒറ്റപ്പെടലിനും ഒരു സുഖമുണ്ട്. ഒറ്റക്ക് ജീവിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റേതായ സുഖങ്ങൾ. എപ്പോഴും മറ്റുള്ളവരുടെ അറ്റാച്ച്മെൻറ്റിലും എല്ലാവരുടെയും ചുറ്റുപാടും നിന്നിട്ടുള്ള ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒറ്റപ്പെടലിനെ പേടിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒറ്റക്കാണെന്ന ചിന്ത ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി പോയാലും നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ വന്നതും ഒറ്റക്കാണ്, നമ്മൾ തിരിച്ചു പോകുന്നതും ഒറ്റക്കാണ്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ വിജയത്തിന് വേണ്ടി ചെയ്യുകയല്ലാതെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യരുത്. അവരെക്കാളും മുന്നേറണം. അവരിങ്ങനെ ചെയ്തു, അപ്പോൾ അതിനേക്കാളും നന്നായിട്ട് എനിക്കാകണം, അങ്ങനെ ഒരു ചിന്ത പാടില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ വിജയിക്കില്ല. നമുക്ക് നമ്മളോട് ആത്മവിശ്വാസമുണ്ടെങ്കിൽ എല്ലാം അതിൻ്റേതായ വഴിയിൽ വരും. പിന്നെ കഴിഞ്ഞതിനെക്കുറിച്ച് പാശ്ചാത്തപിക്കരുത്. കാരണം തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരില്ല. നമ്മൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, വെറുതെ അത് ചെയ്തു, ഞാൻ അങ്ങനെ അന്ന് ആ തെറ്റ് ചെയ്തില്ലേ, അതിനെക്കുറിച്ച് ടെൻഷനേ വേണ്ട. അപ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കൂട്ടുക. ഇനി വരാൻ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തന്നെ ആലോചിച്ച് അതൊക്കെ ഡിപ്രഷനാണ്, ഭയങ്കര ഡിപ്രഷനാണ്. ഇപ്പോൾ പ്രസൻസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് മുന്നോട്ട് പോവുക. അതിന് നമുക്ക് നമ്മളോട് വിശ്വാസം മാത്രമല്ല, നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കണം. നമ്മൾ നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്, എന്നിട്ടാണ് അടുത്ത ആളെ സ്നേഹിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഗുരുത്വവും പൊരുത്തത്തോടെ ചെയ്യണം. നമ്മൾ ഈ ലോകത്ത് തന്നെ നമ്മൾ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത്. ഒരാളെ കണ്ണീരിലാക്കിയിട്ട് നമ്മൾ എന്ത് നേടിയാലും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഉത്തരം നമ്മൾ പറയേണ്ടി വരും റബ്ബിനോട്. എന്തിലെങ്കിലും ഒരു വിജയം കൈവരുമ്പോഴേക്കും അത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കരുത്. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാം തകർന്ന് തരിപ്പണമായി പോകും. കാരണം എല്ലാവരും ഒരേ ചിന്താഗതി ഉള്ള മനുഷ്യന്മാരല്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാരോട് പ്രതീക്ഷയോടെ എല്ലാവരും മുന്നോട്ട് പോവുക. പടച്ചോനോടല്ലാതെ മറ്റൊരാളോടും സഹായം ചോദിക്കാനുള്ള ഗതി ആർക്കും. ഈ കൊച്ചു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായി ഇരിക്കുക, ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, എല്ലാവരും വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.